വയനാട് സുൽത്താൻ ബത്തേരിയിലെ KPCC നേതൃയോഗം ഇന്ന് അവസാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പട്ടികയിലെ 70 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള സുപ്രധാന ചർച്ച ഇന്ന് നടക്കും. 140-ൽ 85 സീറ്റുകളിലെങ്കിലും വിജയിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഇന്നലെ നടന്ന ചർച്ചയിലെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവിന്റെ ഫെബ്രുവരിയിലെ കേരള യാത്രയ്ക്ക് മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഒട്ടേറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര നീക്കത്തിലേക്ക് കോൺഗ്രസ് അടുക്കുമ്പോൾ എങ്ങനെയൊക്കെ തീരുമാനം? ഇന്ന് പ്രധാനപ്പെട്ട ഏത് ചർച്ചയുണ്ടാകും? റോഷ്നി കീർത്തന, ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് കോൺഗ്രസ്. ഇന്നലെ നടന്ന ചർച്ചകളിലെല്ലാം ഉയർന്നു വന്ന പൊതുവികാരവും അതുതന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 85 സീറ്റുകളിലെങ്കിലും വിജയിച്ച് ഇത്തവണ അധികാരത്തിലേറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ, ആത്മവിശ്വാസം കോൺഗ്രസ് വച്ചു പുലർത്തുന്നതും. 100-ലധികം സീറ്റുകൾ എന്നുള്ളതാണ് ലക്ഷ്യം. അതുതന്നെയാണ് ഈ ലക്ഷ്യ 2026 എന്ന നേതൃ ക്യാമ്പിന്റെ ഒരു ഉദ്ദേശ്യവും. അതിനാൽ തന്നെ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കം, തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചയാണ് ഇന്ന് പുരോഗമിക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുക, നിശ്ചയിച്ച് തീരുമാനിച്ച് അതിന്റെ പ്രഖ്യാപനത്തിലേക്ക് നേരത്തെ തന്നെ കടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് പുരോഗമിക്കും. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വിശകലനം ചെയ്തായിരിക്കും ഇന്ന് ആ രീതിയിലുള്ള ചർച്ച നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ചയായിരുന്നു. അതിൽ തന്നെ മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഇന്നലെ പ്രധാനമായും നടന്നത്. ഏറ്റവും അധികം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് മധ്യ കേരളത്തിലാണ്. മധ്യ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് ഏതായാലും വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുവിന്റെ ടീം ദേശീയ നേതൃത്വത്തിന് പട്ടിക കൈമാറുകയും ചെയ്യും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക്, പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്യുക. ഏതായാലും സുപ്രധാനമായ ചർച്ച ഇന്ന് നേതൃക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടാകും. അതിനുശേഷം കൃത്യമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ, അതും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പൂർണ്ണ സജ്ജരായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.